മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. പൊരുതാൻ അരികിൽ മരുവും ശരിയാമുടവാളതു നൂനം. അരിയോടു പൊരുതാൻ അരികിൽ മരുവും ശരിയാമുടവാളതു നൂനം. മധുരം മധുരം മനോഹരം തേനിലും മധുരം തിരുവചനം. മധുരം മധുരം മനോഹരം തേനിലും മധുരം തിരുവചനം. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ ശ്രവിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, ആ കാലത്ത് യെരുശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. അവരിൽ അഗബോസ് എന്നു പേരുള്ള ഒരുവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകും എന്ന് ആത്മാവിനാൽ പ്രവചിച്ചു. അത് ക്ലൗദ്യോസിൻ്റെ കാലത്ത് സംഭവിച്ചു. അപ്പോൾ യഹൂദിയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു. അവർ അത് നടത്തി ബർന്നബാസിൻ്റെയും ശൗലിൻ്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു. അന്ത്യോക്യ സഭയിൽ ധാരാളം സഭായോഗങ്ങളും ധാരാളം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, പുറമേയുള്ള പൊതുപ്രവർത്തനങ്ങൾ, സുവിശേഷ പ്രവർത്തനങ്ങൾ ഇതും നടന്നിരുന്നു എന്നാണ് തൊട്ടുപുറകിലുള്ള വാക്യങ്ങളിൽ നാം കണ്ടത്. എന്നാൽ ഇന്ന് നമ്മൾ വായിച്ചത് അവർ അകത്തും പുറത്തും പ്രസംഗവും ബൈബിൾ ക്ലാസ്സും മാത്രമായിട്ട് കഴിയുകയായിരുന്നില്ല. മറിച്ച് ദരിദ്രരായ വിശ്വാസികളെ ഭൗതികമായി അല്ലെങ്കിൽ സാമ്പത്തികമായി സഹായിക്കാനുള്ള ഒരു ചുമതല കൂടെ ഈ അന്ത്യോക്യ സഭ ഏറ്റെടുത്തു. പ്രിയപ്പെട്ടവരെ, അത് യേശുക്രിസ്തുവിൻ്റെ മാതൃകയാണ്. കർത്താവായ യേശുക്രിസ്തു, നമുക്കറിയാം, ദൈവം മനുഷ്യനായവനാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായ പാപത്തിന് പരിഹാരം വരുത്താൻ കുരിശിൽ യാഗമാകാൻ വന്നവനാണ്. പക്ഷേ യേശു അതുമാത്രം പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നില്ല. മറിച്ച് വിശന്ന ആളുകൾക്ക് യേശു ഭക്ഷണം നൽകി, രോഗികൾക്ക് യേശു സൗഖ്യം നൽകി, മാനസിക രോഗികൾക്ക് സുബോധം നൽകി, അതുപോലെ വിവിധ ആവശ്യങ്ങളാൽ ഭാരപ്പെട്ട ആളുകൾക്ക് തത്സമയത്ത് കർത്താവ് സഹായം നൽകി. ഇതൊന്നും അവർ തന്നോടുകൂടെ നിൽക്കണം, എപ്പോഴും തന്നോടുകൂടെ ഉണ്ടായിരിക്കണം, ആ ഒരു ലക്ഷ്യത്തിലൊന്നും ആയിരുന്നില്ല. മറിച്ച് അതാ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും മഴയെ പെയ്യിക്കുന്ന, സൂര്യനെ ഉദിപ്പിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്വഭാവം തൻ്റെ സൃഷ്ടിജാലങ്ങൾ എന്നുള്ള നിലയിൽ എല്ലാവരെയും സ്നേഹിക്കുന്നു, പരിപാലിക്കുന്നു. അത് യേശു തെളിയിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ യേശു പറഞ്ഞു, ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യണം. നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആയിരിക്കണം. നിങ്ങൾ സഹോദരന്മാരെ മാത്രം സ്നേഹിച്ചാൽ നിങ്ങൾ എന്ത് വ്യത്യാസം ഉള്ളവരാണ് എന്ന് യേശു ചോദിച്ചു. അതുകൊണ്ട് നാം സഹോദരന്മാരെ, രക്ഷിക്കപ്പെട്ട ആളുകളെ പരിഗണിക്കണം. എന്നാൽ എല്ലാവർക്കും, രക്ഷിക്കപ്പെടാത്ത ആളുകൾക്കും, പ്രത്യേകിച്ച് അവരിലെ ദരിദ്രരായ ആളുകൾക്ക് നാം സഹായം ചെയ്യണം. അവരെ ചെന്ന് കണ്ട് അവരെ ആശ്വസിപ്പിക്കണം. ഇവിടെ യെരുശലേമിൽ നിന്ന് അന്ത്യോക്യയിലേക്ക് ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ചില പ്രവാചകന്മാർ വരികയാണ്. അവർ
പ്രവചിച്ചു, ലോകത്തെമ്പാടും ക്ഷാമമുണ്ടാകും. യെരുശലേമിലെ സഭയ്ക്ക് ഒരു സഹായം തരണമെന്നോ ഇതൊന്നും അവർ പറഞ്ഞില്ല. അവർ വരാൻ പോകുന്ന ഒരു ക്ഷാമകാലത്തെക്കുറിച്ച് പ്രവചിച്ചു, അത്രയുമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രവാചകന്മാരുണ്ടോ? ഇതുപോലെയൊക്കെയുള്ള പ്രവാചകന്മാരുണ്ടോ? അന്ന് ഈ അഗബോസ് പ്രവചിച്ചത് ലോകത്തെമ്പാടും ക്ഷാമം ഉണ്ടാകുന്ന, ഒരുപക്ഷെ അതൊരു വരൾച്ച കൊണ്ട് ആയിരിക്കാം. വരൾച്ചയായാൽ കൃഷി നടക്കുകയില്ലല്ലോ. ലോകത്തെമ്പാടും, പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ലോകത്തെമ്പാടും വ്യാപിച്ച ഒരുപാട് പ്രതിഭാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കാലാവസ്ഥാ വ്യതിയാനങ്ങളും അതുപോലെ രോഗങ്ങൾ അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ. പ്രത്യേകം നമുക്കറിയാമല്ലോ, കൊറോണ. അതാരും പ്രവചിച്ചില്ല. എന്താണ് കാരണം? പ്രവാചകന്മാരുടെ കാലം 1-ാം നൂറ്റാണ്ടോടെ കഴിഞ്ഞു. അപ്പോസ്തലന്മാർ 12 പേരെ ഉണ്ടായിരുന്നുള്ളൂ. യേശു പറഞ്ഞു, നിങ്ങൾ 12 പേർ സിംഹാസനങ്ങളിൽ നിന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കും. വെളിപ്പാട് പുസ്തകത്തിലുണ്ട് 12 അപ്പോസ്തലന്മാർക്ക് ഓരോ കല്ലുകൾ, യെരുശലേം, പുതിയ യെരുശലേം എന്ന പട്ടണത്തിന്. അപ്പോൾ അപ്പോസ്തലന്മാർ 12 ഉള്ളൂ. അതുകൊണ്ടാണ് യൂദയ്ക്ക് പകരം ഒരാളെ തിരഞ്ഞെടുത്തത്. അതിനുശേഷം യാക്കോബ് കൊല്ലപ്പെട്ടു. പക്ഷേ യാക്കോബിന് പകരം ഒരാളെ തിരഞ്ഞെടുത്തില്ലല്ലോ. കാരണം അപ്പോസ്തലന്മാർ 12 ഉള്ളൂ. അപ്പോസ്തലന്മാരും അവരുടെ സഹകാരികളായ പ്രവാചകന്മാരും സഭയുടെ അടിസ്ഥാന പണികളായിരുന്നു എന്ന് നമ്മൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ പണിതിരിക്കുന്നു. അടിസ്ഥാനം അല്ലെങ്കിൽ ഫൗണ്ടേഷൻ അത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന് മേൽ പിന്നീട് മറ്റ് കൃപാവരങ്ങളുള്ള ആളുകളാണ് അതിൻ്റെ മുകളിലുള്ളത്. അതായത് സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, പിന്നെ സഹായം ചെയ്യാനുള്ള വരം, പരിപാലന വരം, അങ്ങനെയുള്ള വരങ്ങളുള്ള ആളുകൾ, സാധാരണ വിശ്വാസികൾ. അവരെ കൊണ്ടാണ് അതിൻ്റെ ചുവരുകൾ പണിയുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാർ പ്രവാചകന്മാരുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, അപ്പോസ്തലന്മാരാലും പ്രവാചകന്മാരാലും ലഭിച്ച പുതിയ നിയമ ഉപദേശം ആണ് സഭയുടെ അടിസ്ഥാനം. അല്ലെങ്കിൽ പുതിയ നിയമ സഭയുടെ അടിസ്ഥാനമാകുന്ന ഉപദേശങ്ങൾ നൽകാൻ വേണ്ടി, അത് രേഖയാക്കി നൽകാൻ വേണ്ടി മാത്രമാണ് ദൈവം അപ്പോസ്തലന്മാരും പ്രവാചകന്മാരെയും ഉദ്ദേശിച്ചിരുന്നത്. ഏതായാലും 1-ാം നൂറ്റാണ്ടിന് ശേഷം ദൈവവചനം പൂർണ്ണമായി രേഖപ്പെടുത്തപ്പെട്ട് കിട്ടുകഴിഞ്ഞതിന് ശേഷം അപ്പോസ്തലന്മാരുമില്ല, പ്രവാചകന്മാരുമില്ല. ഇവിടെ അഗബോസ് പ്രവചിച്ചു, ലോകത്തെമ്പാടും ക്ഷാമം ഉണ്ടാകും. അപ്പോൾ അന്ത്യോക്യ സഭ ഉണർന്നു. നമ്മൾ ആഹാരമൊക്കെ ശേഖരിച്ച് വയ്ക്കണം നമുക്ക് വേണ്ടി എന്നല്ല അവർ ചിന്തിച്ചത്. യെരുശലേമിലെ സഭയിൽ 3000 ആളുകൾ ആദ്യം മുന്നോട്ട് വന്നു. 5000-ആയി. പലരും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അവർക്ക് താമസ സൗകര്യം കൊടുക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ യെരുശലേമിലെ വിശ്വാസ കുടുംബങ്ങൾ തങ്ങളുടെ നിലങ്ങളെ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ അവർക്ക് അവിടെ നിലമില്ല. ഒരു ക്ഷാമം വന്നാൽ അത് ഏറ്റവും ബാധിക്കുന്നത് യെരുശലേമിലെ ആ വിശ്വാസികളെയാണ്. അതുകൊണ്ട് ബർന്നബാസും അന്ത്യോക്യയിലെ വിശ്വാസികൾ ഒരു തീരുമാനമെടുത്തു. ഒരു കളക്ഷൻ എടുത്ത് യെരുശലേമിലേക്ക് കൊടുത്തയക്കണം. അവരത് ബർന്നബാസിൻ്റെയും ശൗലിൻ്റെയും കയ്യിൽ യെരുശലേമിലെ മൂപ്പന്മാർക്ക്, ലീഡേഴ്സിന് കൊടുത്തയച്ചു. ആ ലീഡേഴ്സാണ് അത് വിതരണം ചെയ്തത്. ഒരു പ്രാദേശിക സഭയിലെ
വിശ്വാസികളെ മറ്റൊരു പ്രാദേശിക സഭയിലെ ആളുകൾ പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ടല്ല സഹായിക്കേണ്ടത്. അവർ ആ ചുമതലപ്പെട്ട ആളുകളെ അത് ഏൽപ്പിക്കണം. ആ ചുമതലപ്പെട്ട ആളുകളോട് വേണം ഈ വിശ്വാസികൾക്ക് കൂറും സ്നേഹവും ഒക്കെ ഉണ്ടാകാൻ, അല്ലാതെ അയൽസഭയിലെ ആളുകളോട് ആയിരിക്കാൻ പാടില്ല. യേശു കാനാവിലെ വിട്ട് വെള്ളം വീഞ്ഞാക്കിയിട്ട് ഇരുന്നുവാഴിക്ക് കൊണ്ട കൊടുക്കാനാണ് പറഞ്ഞത്, അല്ലാതെ നിങ്ങൾ നേരിട്ടങ്ങ് വിതരണം ചെയ്തോ എന്നല്ല പറഞ്ഞത്. ഇതിനൊക്കെ ഒരു ക്രമമുണ്ട്. ആ ക്രമമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ പ്രസംഗം മാത്രം ചെയ്താൽ പോരാ, നമ്മുടെ പ്രസംഗം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പ്രസംഗവും പ്രവൃത്തിയും ഒരുപോലെ വേണമെന്നാണ് യാക്കോബ് പറയുന്നത്. കർത്താവ് നമ്മെ ഉത്സാഹിപ്പിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വിപുവാം പാമ്പിൻ ദംശനമേറ്റു മരിച്ചോർക്കെല്ലാം ഉയിരേകും. വിപുവാം പാമ്പിൻ ദംശനമേറ്റു മരിച്ചോർക്കെല്ലാം ഉയിരേകും. മധുരം മധുരം മനോഹരം തേനിലും മധുരം തിരുവചനം. മധുരം മധുരം മനോഹരം തേനിലും മധുരം തിരുവചനം.